ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ ഫാർമസി പൊളിച്ചു മാറ്റുന്നതിൽ പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. രോഗികളുടെ കൂട്ടിരിപ്പുകാരിൽ ചിലരും സമരത്തിൽ പങ്കെടുത്തു. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവനും വ്യക്തമാക്കി. ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ കാരുണ്യ മെഡിക്കൽ സ്റ്റോർ പൊളിച്ചു മാറ്റുന്നതിൽ പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. ആരോപണം അടിസ്ഥാനരഹിതമെന്ന മുനിസിപ്പൽ ചെയർപേഴ്സൺ. മരുന്ന് ലഭിക്കാൻ ബദൽ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ആവശ്യം. പ്രതിഷേധം ശക്തമായതോടെ KPCC സെക്രട്ടറി S. ശരത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും രോഗികളുടെ കൂട്ടിരിപ്പുകാരും എത്തി സൂപ്രണ്ടിനെ തടഞ്ഞു. കെട്ടിടം പൊളിക്കുന്നത് താൽക്കാലികമായി നിർത്തുകയും ചെയ്തു. ഇവിടെ ഞങ്ങൾ 4 കൊല്ലമായി ഡയാലിസിസ് ചെയ്യുകയാണ്. ഇപ്പം കാരുണ്യയിൽ 1 മാസം കൊണ്ട് ഞങ്ങൾക്കുള്ള മരുന്നില്ല, സ്റ്റോക്ക് വരുന്നില്ല. അപ്പോൾ ഇവർ അടയ്ക്കുകയും കൂടി ചെയ്താൽ പിന്നെ നമ്മുടെ കാര്യം എന്ത് ചെയ്യും? ഫാർമസിക്ക് ഉള്ള സ്ഥലം അവർ കണ്ടെത്തി, ഇപ്പോൾ കാരുണ്യക്കുള്ള സ്ഥലം അവർ കണ്ടെത്തണ്ടേ? നമ്മുടെ ആവശ്യം അത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇച്ചിരിങ്ങനെ മരുന്ന് കിട്ടുന്നത് അവിടെ നിന്നല്ലേ നമുക്ക്. ഞങ്ങൾ എന്ത് ചെയ്യും? പേഷ്യൻറ്റിനെ ഞങ്ങൾ എന്ത് ചെയ്യും? എല്ലാം കൂടി ഞങ്ങൾക്ക് ഓട്ടോറിക്ഷയ്ക്ക് തന്നെ എത്ര രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നതെന്ന് അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോറിക്ഷയ്ക്ക് ഒരു ദിവസം ഞങ്ങൾക്ക് 300, 350, 600 രൂപ വരെ കൊടുക്കുന്ന ആളുകളുണ്ട് ഇതിനകത്ത്. എനിക്ക് 300 രൂപ മതി, പക്ഷേ 600 രൂപ വരെ കൊടുക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ മരുന്നും കൂടി പുറത്തുനിന്ന് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. അത് പുറത്തുനിന്ന് മേടിച്ച് ഈ പറഞ്ഞ പൈസയ്ക്ക് പുറത്തുനിന്ന് മേടിച്ച് ചെയ്യാനുള്ള സാമ്പത്തികം നമുക്കില്ല. ഇരട്ടി വിലയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ 300 രൂപയ്ക്ക് 300 രൂപയ്ക്ക് താഴെ ആകുള്ളൂ, 3 രൂപയ്ക്ക് കുറവേ ഉള്ളൂ. അപ്പോൾ അത് ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതൊരു പ്രയാസമായ കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനായിട്ടുള്ള അവർക്കൊരു ഫാർമസിക്കുള്ള സംവിധാനം ചെയ്തു കൊടുത്താലേ പറ്റുള്ളൂ. വയലാർ രവി MPയുടെയും KC വേണുഗോപാൽ MPയുടെയും ഫണ്ടിൽ നിന്ന് ചിലവഴിച്ച കെട്ടിടങ്ങളാണ് പൊളിക്കുന്നതെന്നാണ് കോൺഗ്രസ് വാദം. എന്നാൽ വികസനത്തിന് എതിരില്ലെന്നും ഡയാലിസിസ് രോഗികൾക്കും വൃക്ക രോഗികൾക്കും നൽകുന്ന മരുന്നുകൾ വില കുറച്ച് കിട്ടുന്ന ഏക ആശ്രയം പൂട്ടരുതെന്നാണ് ആവശ്യമെന്നും ശരത്ത് പറഞ്ഞു. കാരുണ്യ പദ്ധതി പോലെ ജനകാരുണ്യ പ്രവർത്തനമുള്ള ഇത്രയും സുപ്രധാനമായ ഒരു മുന്നറിയിപ്പില്ല. അവർ രോഗികളുടെ ബൈസ്റ്റാൻഡർമാരെ ഡയാലിസിസ് അടക്കമുള്ള ഒരാഴ്ചയിൽ 3 ഡയാലിസിസ് വരെ ചെയ്യേണ്ടവരാണ് ഇവിടെ കൂടുതൽ പേരും. അപ്പോൾ എത്ര രൂപയുടെ വ്യത്യാസമാണ് വരുന്നത് നമ്മൾ ചിന്തിക്കണം. അപ്പം ഇവിടുത്തെ നഗരസഭയാണെങ്കിലും ഇവിടെ MLA പ്രതികരിക്കുന്ന മന്ത്രി, രണ്ടുപേരും ഈ 2 ആൾക്കാരും ഈ താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനെക്കുറിച്ചും എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് വലിയ പ്രതിഷേധമാണ്. ഇതൊരു തീരുമാനമുണ്ടാകുന്ന വരെ ഞങ്ങളിവിടെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. നഗരസഭയുടെ കെട്ടിടത്തിൻ്റെ കാരുണ്യ പദ്ധതിയുടെ ഫാർമസിയുടെ ഉപകരണങ്ങളടക്കമാണ് ലേലം ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ MP വയലാറവിയുടെ ഫണ്ടിൽ തുടങ്ങി അതിനുശേഷം പേരെഴുതി തുടങ്ങിയ ഒരു സ്ഥാപനം. അത് രാഷ്ട്രീയമല്ല പറയുന്നത്. അതിന് മേളിലേക്കുള്ള മേൽത്തട്ട് കൊടുത്തത് KC വേണുഗോപാൽ MP ആയിരിക്കുമ്പോഴാണ് കഴിഞ്ഞ തവണ. അപ്പോൾ നമ്മൾ ഇത്ര ജനബോധപ്രദമായ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കാലപ്പഴക്കം ഉണ്ടെങ്കിൽ അത് നിർണ്ണയിക്കണം. കാലപ്പഴക്കമല്ല, 15 വർഷം തികയുന്നു. ഇപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് കാരുണ്യ ഫാർമസിക്ക് മാറ്റം വരുത്തി അതിന് തടസ്സമില്ലാത്ത രീതിയിൽ ചെയ്യുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ നമുക്ക് അതിന് അവസരമുണ്ട്. ഇതിപ്പം ജനങ്ങളെ രോഗികളെ പെരുവഴിയിൽ നിർത്തി അവൻ്റെ ജീവൻ ഒരു വിലയും കൊടുക്കാത്ത ഈ നിലപാടിനെതിരെയുള്ള വലിയ പ്രതിഷേധമാണ്. ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വരും. UDFൻ്റെ മുനിസിപ്പൽ കൗൺസിലർമാർ എല്ലാവരും ഇവിടെയുണ്ട്. അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. എന്നാൽ ചേർത്തല താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിൻ്റെ ഭാഗമായാണ് കെട്ടിടങ്ങൾ പൊളിക്കുന്നതെന്നും വൈകാതെ തന്നെ കാരുണ്യ ഫാർമസിയുടെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അറിയിച്ചു. ഇത് കഴിഞ്ഞ് 4 ദിവസത്തിന് മുമ്പും അവർ നമ്മുടെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരു എഗ്രിമെൻ്റ് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റിൽ വേറെ യാതൊരു കാര്യങ്ങളുമില്ല. ഒരു റെൻറ്റ് മേടിക്കുന്ന ഇടപാടോ അങ്ങനെ ഒന്നുമില്ല. ഒരു എഗ്രിമെൻറ്റ്, അതായത് ഈ ആസ്പത്രിയായി ബന്ധപ്പെട്ടിട്ടുള്ളതായിട്ട് നമ്മൾ റൂം കൊടുക്കുന്നതായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് അവർ വളച്ചൊടിച്ചുകൊണ്ട് ഇന്നേക്ക് അവരുടെ സാധനങ്ങളെല്ലാം മാറ്റിയവർ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ കുറേ ആൾക്കാരുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡോക്ടറെ, അതായത് സുജ ഡോക്ടറെ കരാവോ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും വില കുറച്ച് മരുന്ന് കൊടുക്കുന്നതായിട്ടുള്ള കാരുണ്യ എന്ന് പറയുന്നതായിട്ടുള്ള ഈ സ്ഥാപനത്തിൽ നിന്നും ആരുടെയൊക്കെയോ ശക്തിയുടെ പുറത്ത് പാവങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യം ആ ആളുകൾ തന്നെ സൃഷ്ടിക്കുന്നതായിട്ടുള്ള രീതിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നവർ ഈ പരിപാടി ചെയ്യത്തില്ലായിരുന്നു. നമ്മൾ എന്തിനാണോ ഇത് ഉദ്ദേശിച്ച് ചെയ്യുന്നത്
ആ ഉദ്ദേശം നല്ല രീതിയിലായിരുന്നില്ല അവരിത്രയും നാളും ചെയ്തിരുന്നത് എന്ന് വേണം നമ്മൾക്ക് പറയുവാനായിട്ട്. തീർച്ചയായിട്ടും ഇതൊരു മോശമായിട്ടുള്ളൊരു കാര്യമായിപ്പോയി. ഇങ്ങനെ ഒരു സ്ഥാപനത്തിലെ ആൾക്കാർ അത് ചെയ്യുന്നത് ശരിയല്ല. ആ ചെയ്തതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും പാവങ്ങളുടെ മരുന്ന് കൊടുക്കുവാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവർ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്നിപ്പം ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ആ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള എല്ലാ മെഡിസിനും എല്ലാ സാധനങ്ങളും മറ്റേ ഷീ ഒപ്റ്റിക്കൽസ് എന്ന് പറയുന്ന നമ്മളിവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന സ്ഥാപനത്തിലേക്ക് മാറ്റുക കൂടി ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ളതായിട്ടുള്ള പരിപാടികൾ അവർ ചെയ്തത്. അത് അവരെ സംബന്ധിച്ചിട്ടുള്ള തെറ്റായ പ്രചരണമാണ് ഇന്ന് അവരവിടെ നടത്തിയിരിക്കുന്നത്. വിൻ മീഡിയ ചേർത്തല.